ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCKയുടെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗൂഗിളിൽ കയറി AMCS FNCK എന്ന് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ അഡ്മിഷൻ 2026 എടുക്കുക, BSc നഴ്സിംഗ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരുന്നു. അതായത് നിങ്ങൾക്ക് 3 കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ മെറിറ്റ് എന്ന് പറയുമ്പം എല്ലാ സ്റ്റുഡൻസും, അതായത് ഇതിനകത്ത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി സ്റ്റുഡൻസും ഉണ്ട്, റിലീജിയസ് നൺസ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്, അതായത് കന്യാസ്ത്രീ ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. ഇവരെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഓപ്പൺ മെറിറ്റിൽ ഉണ്ടാവും. അതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മാത്രം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത റിസർവേഷൻ ബേസുള്ള കുട്ടികൾ മാത്രം ആ ഒരു കാറ്റഗറിയിൽ വരും. റിലീജിയസ് നൺസ് എന്ന് പറയുന്ന കുട്ടികൾ ആ ഒരു കാറ്റഗറിയിൽ വരും. അതാണ് OM CM CRS എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കുട്ടി പറഞ്ഞു തരുന്നത്. പിന്നെ അലോട്ട്മെൻറ്റ് ഓഫ് സീറ്റ് അണ്ടർ ദ റിലീജിയസ് നൺസ് എന്ന് പറയുന്നത് റിസർവ്ഡ് കോട്ട ഷാൾ ബി സബ്ജക്റ്റ് ടു ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള. ഹൈക്കോർട്ട് ഓഫ് കേരളയെ വെച്ചിട്ടായിരിക്കും ഇവരുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഈ കുട്ടികളുടെ അഡ്മിഷൻ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ടു ആപ്ലിക്കൻസ് ഓൺ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ 21 ഓഗസ്റ്റിന് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് കറക്റ്റ് അല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തെറ്റ് കണ്ടുപിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് admission@amcsfnck.com എന്ന മെയിലിൽ ഓഗസ്റ്റ് 24 വൈകിട്ട് 5 മണിക്ക് മുന്നോടിയായിട്ട് മെയിൽ അയക്കാവുന്നതാണ്. ഇമെയിലിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അപേക്ഷയുടെ നമ്പറും അപേക്ഷകൻ്റെ പേരും നിർബന്ധമായും ചേർക്കേണ്ടതാണ്. ഓക്കെ, അപേക്ഷകരുടെ ഇത്തരം നിർദ്ദേശങ്ങൾ അവരുടെ നേരത്തെ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പികളുമായി ഒത്തുനോക്കി മാത്രമേ ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ വെറുതെ കറക്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ച് അവർ ഒന്നുകൂടി വെരിഫൈ ചെയ്ത് മാത്രമേ അത് കറക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ മെയിൽ എന്ത് ചെയ്യാവൂ, അയക്കാവൂ. ഇനി നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന് വെച്ചോ, അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വരാം. നമുക്ക് അങ്ങനെ പുതിയ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ മെയിൽ അയക്കേണ്ടത്. ഇനി എന്നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് കൂടി വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ഉടനെ നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കോളേജിൽ പോയി നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും അടച്ച് നിങ്ങൾ സീറ്റ് സെക്യൂർ ചെയ്യണം. ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീ ആ സമയത്ത് തന്നെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ AMCS FNCKയുടെ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്ത് പോകുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് AMCS FNCKയിലുള്ള മുന്നോട്ടുള്ള ഒന്നിലും പങ്കെടുക്കാൻ പറ്റുകയുമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോവുകയും ചെയ്യും. ആ സീറ്റും ക്യാൻസലായി പോകും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഒരു സമയം തരും, കോളേജിൽ പോകാൻ വേണ്ടി ഒരു ഡേറ്റ് തരുന്ന സമയത്ത് തന്നെ ഇതുമായി പോവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫീസിന് കുറച്ച് ദിവസത്തേക്ക് ഇളവ് തരിക അങ്ങനെ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഫീസ് റെഡിയാക്കി വെക്കുക. ഫീസ് നമുക്കറിയാം, എന്ത് പറഞ്ഞാലും ഒരു 1 lakh എബോ എന്തായാലും വരും. അത് റെഡിയാക്കി വെക്കുക. ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഓടാത്ത രീതിയിൽ നിങ്ങൾ ഫീസും റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇൻസ്ട്രക്ഷനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ മെറിറ്റാണ് ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ OM എന്ന് പറയുന്നതാണ് ഓപ്പൺ മെറിറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ സീരിയൽ നമ്പർ, ഓപ്പൺ മെറിറ്റ് റാങ്ക്. സീരിയൽ നമ്പർ എടുത്ത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ അവിടെ വരുന്നത് കാറ്റഗറി റാങ്കാണ്. അപ്പോൾ ആ നമ്പർ നിങ്ങൾ കാണുമ്പോൾ അത് സീരിയൽ നമ്പറാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുവരെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പൺ മെറിറ്റ് റാങ്ക് നോക്കുക. ആപ്ലിക്കേഷൻ നമ്പർ, നെയിം ഓഫ് ദ ആപ്ലിക്കൻറ്റ്, ഇൻഡെക്സ് മാർക്ക്, ഇത്രയുമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇവിടെ മേളിൽ എൻ്റർ യുവർ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടേത് മാത്രം ഓപ്പൺ ആയി വരും. കാരണം ഒരു
7,000 എബോവ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വർഷം AMCS FNCKയിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് നിങ്ങളുടെ റാങ്ക് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിലും കൂടി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ റാങ്ക് ലിസ്റ്റ് റിജക്റ്റ് ആയിട്ടുള്ളതല്ല, അക്സെപ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ മാത്രമാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലുള്ള, അതായത് PNCMAKയിലോ LBSയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. റിജക്റ്റ് ആയ ആപ്ലിക്കേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ അങ്ങനെ ആരെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമെയിലൂടെ ഒന്ന് അയച്ചു നോക്കുക കേട്ടോ AMCS FNCKയിലോട്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിക്കോ, ഒത്തിരി സ്റ്റുഡൻസാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. 7,354 സ്റ്റുഡൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന 50% മിക്കവാറും റിലീജിയസ് നൺസൊക്കെ ആവാനാണ് ചാൻസ് വരുന്നത്. അപ്പോൾ നമുക്കത് റിലീജിയസ് നൺസിൻ്റെ ഇതിൽ നോക്കാം. നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അടുത്തത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അവിടെയും ഒരു 5,000 എബോവ് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ 5,000 സ്റ്റുഡൻസും നമ്മുടെ ഓപ്പൺ മെറിറ്റിലും കൂടി വരുന്ന സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് കാറ്റഗറി റാങ്കാണ്. അത് കഴിഞ്ഞ് ഓപ്പൺ മെറിറ്റ് റാങ്ക്, നെയിം ഓഫ് ദ ആപ്ലിക്കൻ്റ്, ഇൻഡെക്സ് മാർക്ക്, ഇത്രയാണ് വരുന്നത്. ഓപ്പൺ മെറിറ്റ് റാങ്കിൻ്റെ സെയിം തന്നെയാണ് കാറ്റഗറി റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞത് നമ്മൾ സീരിയൽ നമ്പർ ആയിരുന്നു, പക്ഷേ ഇവിടെ കാണിക്കുന്നത് കാറ്റഗറി റാങ്കാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 5,007 സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റുഡൻസ് ഓപ്പൺ മെറിറ്റ് റാങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 2,000 സംതിങ് സ്റ്റുഡൻസ് ആണ് ഓപ്പൺ മെറിറ്റിൽ വന്നിരിക്കുന്നത്. അതായത് ബാക്കി മുസ്ലിം, ഹിന്ദു അങ്ങനെയുള്ള കാറ്റഗറി, അതിൽ 5,000 ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായത് AMCS FNCK ക്രിസ്ത്യൻസിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ സ്റ്റുഡൻസ് അവരുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റിലീജിയസ് നൺസ് നോക്കാം. ഇതിൽ ഒരുപാട് സ്റ്റുഡൻസ് കാണില്ല, കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് കാണാൻ ചാൻസ്. ഒരു 15 സ്റ്റുഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും റാങ്ക് ലിസ്റ്റ് വന്ന് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. റാങ്ക് ലിസ്റ്റ് വന്ന് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടില്ല കേട്ടോ. ഇനി അലോട്ട്മെൻറ്റ് ബേസ് ചെയ്ത് മാർക്ക് അനുസരിച്ചായിരിക്കും അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇനി എത്ര റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉറപ്പ് പറയുന്നില്ല, കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത്. എനിവേ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ഞാൻ പറയുന്നത്, ഒത്തിരി മാർക്ക് കുറഞ്ഞ കുട്ടികളൊന്നും തന്നെ ഇതിൽ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഐ തിങ്ക് ഒരു 50% താഴെയുള്ള സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ 50% നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് കിട്ടണം എന്നില്ല കേട്ടോ. BSc നഴ്സിംഗ് മാത്രമാണ് ഇതിനകത്ത് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത്രയും കുട്ടികളെ എടുക്കാനുള്ള സീറ്റുകൾ AMCS FNCKയിലുള്ള കോളേജസിലില്ല, അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റിലോട്ട് കേരള, തമിഴ്നാട്, കർണാടക, മൈസൂർ, ബാംഗ്ലൂർ ഇവിടെയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തന്നെ ചാനലിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു വാട്സപ്പ് ലിങ്കാണ്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോളേജസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൽ കൂടി എൻക്വയറി ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക, കാരണം നിങ്ങൾ അറിയുന്ന അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ അറിയിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.